നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തരണ്ടായിട്ട് നിന്നുണ്ടോലോ. എന്താ മൂപ്പരിത് പറയാൻ കാരണോ? മൂപ്പര നേതാവ് ഉമർ മൗലവി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അതാ വ്യക്തമായി തന്നെ എഴുതി. എന്താ എഴുതിയത്? ഞാനൊന്ന് പറയാം. CN അഹമ്മദ് മൗലവി സാഹിബ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട് ജീവിക്കുന്നു എന്ന് അർത്ഥം വെച്ചു. അപ്പൊ മൂപ്പര് CN അഹമ്മദ് മൗലവിനെ വിമർശിച്ചുകൊണ്ട് പറയാണ്, മൗലവി സാഹിബിന്റെ കാര്യം പുതുമ തന്നെ, പൂർണ്ണമായി കീഴ്പ്പെടുക എന്നുള്ള രണ്ടാമത്തെ സംഗതിയും തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ, ശരിക്കും മനസ്സിലാക്കി വെച്ചോളി മൗലവി പറഞ്ഞത്, എന്തുകൊണ്ടെന്നാൽ പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മനുഷ്യനെ ലോകത്ത് കാണുകയില്ല. അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മനുഷ്യനെ ലോകത്ത് കാണുകയില്ല. ഇനി കേട്ടോളി, പ്രവാചക ശ്രേഷ്ഠരായ മുഹമ്മദ് നബി പോലും, പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുന്നവരായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കുറ്റബോധപൂർവം അള്ളാഹുവിനോട് മാപ്പിരുന്നുവെന്നും പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുന്നവരായിരുന്നു. എന്നിട്ട് വീണ്ടും അയാൾ എഴുതാണ്, അത് അവരുടെ ഒരു പ്രധാന ഇബാദത്തുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസേന 70 പ്രാവശ്യം, ഒരു റിവായത്ത് പ്രകാരം 100 പ്രാവശ്യം അള്ളാഹുവിനെ കൊള്ള തൗബ ചെയ്ത് മടങ്ങുകയും മാപ്പിരക്കുകയും ചെയ്യുക പതിവായിരുന്നു എന്ന് സഹീഹായ ഹദീസിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് മൗലവി സാഹിബ് പറയുന്ന അർത്ഥം ഒരു നിലയിലും ശരിയല്ല. മൗലവി എന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു, നിനക്ക് പൂർണ്ണമായി നിനക്ക് ഞങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുന്നു. അങ്ങനെ കീഴ്പ്പെട്ട് ജീവിച്ച ഒറ്റ മനുഷ്യനുമില്ല, നബിയും ഇല്ല എന്നാണ് മൗലവി പറയുന്നത്. എന്നാ സഹോദരന്മാരെ, ഇതുദ്ധരിച്ചിട്ട് നമ്മളെ പ്രസംഗത്തിൽ പറഞ്ഞപ്പോ അതാ മൗലവി വന്നിട്ട് പറയുന്നു, ഉമർ മൗലവി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ ഇവർ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണെന്ന്. ഓ മൗലവി, ഞാനീ പറഞ്ഞതുപോലെ നിങ്ങളുടെ സെൽസബീലിൽ ഉമർ മൗലവി എഴുതിയത് ഇല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ചോദിക്കട്ടെ. CN അഹമ്മദ് മൗലവി ഇയ്യാക നഅ്ബുദു എന്നതിന് പൂർണ്ണമായി നിനക്ക് ഞങ്ങൾ കീഴ്പ്പെടുന്നു എന്നർത്ഥം വെച്ചപ്പോ അങ്ങനെ കീഴ്പ്പെട്ട ഒരൊറ്റ മനുഷ്യനും ഇല്ല എന്ന് പറഞ്ഞിട്ടല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവ്വം സ്വയം സമ്മതിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞത്. മൂപ്പര് പറയാ, ഇസ്ലാം മാസികയില് മൗലവിയോടൊരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി മൗലവി പറഞ്ഞിട്ടുണ്ട്, ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നല്ല കോളായി. ഉമർ മൗലവി കള്ളത്തരം പറയുന്ന മൗലവിയല്ലേ? അയാൾ പിന്നെ വേറൊരു കള്ളത്തരം പറഞ്ഞാത്തത് എന്നാ അതും ചോദ്യം തന്നെ തെറ്റാ. ഹദീസിലായി ചോദിച്ച ചോദ്യം തന്നെ. ചോദ്യത്തിൽ എന്താ ഉള്ളത്? പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ പിഴ വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സമ്മതിക്കുകയും, അങ്ങനെയാണല്ലോ സെൽസബീലുള്ള പിഴ വരുത്താന്നല്ല, പിന്നെന്താ ഉള്ളത്? സെൽസബീൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ലേ? മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്നാ. അത് ചോദ്യത്തിൽ തന്നെ എന്ത് ചെയ്തു മൗലവിമാര്? ചോദ്യം തന്നെ മാറ്റി, ചോദ്യത്തിന്റെ വാചകം മാറ്റി. പിഴ വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവ്വം സ്വയംല്ല കുറ്റബോധപൂർവ്വം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്തവരായിരുന്നു. അത് അവരുടെ പ്രധാന വിഭാഗത്തായിരുന്നു എന്നിങ്ങനെ ആ ചോദ്യം എടുത്തു കൊടുത്തിട്ട് ഉമർ മൗലവി എന്നോട് ചോദ്യ, ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? മൗലവിനെ മറുപടി തരോ? ഇതിലെവിടെയാണ് നബി 100 തവണ തെറ്റ് ചെയ്തു എന്ന് ധ്വനി? പ്രവാചകന്മാര് മയസൂമുകളാണ്, പ്രവാചകന്മാർ തെറ്റിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇതെല്ലാം നമ്മൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഈ ബോധം ഉണ്ടാകുന്നത്. എന്നിട്ട് പിന്നെ മൂപ്പര് പറയാണ്, ഇവിടെ അള്ളാഹുവിനെ പൂർണ്ണമായി കീഴ്പ്പെടുന്നതിൽ വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടോ എന്ന സൂക്ഷ്മതാബോധം പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബിയുടെ പോലും സവിശേഷതയായിരുന്നുവെന്നും അതിനാൽ അള്ളാഹുവിലേക്ക് തിരുമേനി കേട്ടു മടങ്ങിയിരുന്നു എന്നുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് അയാൾ ഉദ്ദേശിച്ചത്. ആർക്കും മനസ്സിലാവൂലേ? അള്ളാഹ് കീഴ്പ്പെട്ട ഒരൊറ്റ മനുഷ്യനുമില്ല എന്ന് സമർത്ഥിക്കാനല്ലേ ഇയാൾ ഇത് കൊണ്ടുവന്നത്?
എന്നിട്ട് എന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് മൗലവി പറയാ തെറ്റ് ചെയ്യാതെ തന്നെ അവർ മാപ്പ് വെക്കുന്നവരായിരുന്നു എന്ന് പേരോട് എന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ പിന്നെ തെറ്റ് ചെയ്യാതെ തന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങളിത് പറഞ്ഞത് ഉമർ മൗലവി ഇത് പറഞ്ഞത് എന്തിനാ? ലോകത്ത് അള്ളാഹു പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരൊറ്റ മനുഷ്യരില്ല എന്ന് സമർത്ഥിക്കാനല്ലേ ഈ വാചകം ഉമർ മൗലവി പറഞ്ഞത്. എന്നിട്ട് ഉമർ മൗലവി എന്നോട് ചോദ്യം വന്നിട്ട് പിന്നൊരു ചോദ്യം, ഭാഷാപരമായി വന്നുപെട്ട ആ തെറ്റ് തിരുത്തേണ്ടതായിരുന്നില്ലേ? ഭാഷാപരമായിട്ടൊന്നുമില്ല, ആശയപരമായിട്ടുള്ള തെറ്റാണ്. കാരണം ഈ സി എൻ അഹമ്മദ് മൗലവിയുടെ പൂർണ്ണമായി അള്ളാഹ്ക്ക് കീഴ്പ്പെടുന്നുള്ള വാചകത്തെ ഗണ്ണിക്കാനാണ്, ആശയത്തെ ഗണ്ണിക്കാനാണ് മൗലവി പറഞ്ഞത്. അതൊരു ഭാഷാപരമായ തെറ്റാ. നമ്മൾ ഇരുമ്പൊക്കെ നിന്നിട്ട് നന്നായിട്ട് ചുക്കുവെള്ളം കുടിക്കുന്ന പരിപാടി മൗലവിമാർക്ക്. എന്നിട്ട് മൗലവിമാര് ഉമർ മൗലവിന്റെ ചോദ്യം ഭാഷാപരമായി വന്നുപെട്ട തെറ്റ് തിരുത്തേണ്ടതായിരുന്നില്ലേ? മൗലവിന്റെ മറുപടി, തിരുത്തിയിട്ടുണ്ട്. എന്റെ സഹപ്രവർത്തകർ തന്നെ വന്നുപോയ അബദ്ധം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അടുത്ത ശ്രദ്ധ തിരുത്തിയിട്ടുണ്ട്. എന്നാ തിരുത്താൻ രസോ? ഏത് ലക്കത്തിലാണ് തിരുത്തിയത്? എന്താണ് തിരുത്തു എന്ന് ചോദ്യം. എനിക്ക് മറുപടി ഇട്ടുള്ളേ. 1972 ജനുവരി ലക്കത്തിലാണ് തിരുത്തു കൊടുത്തത്. അത് ഇപ്രകാരമായിരുന്നു. തിരുത്തൊന്ന് കേട്ടോളി. വീഴ്ചകളും തെറ്റുകളും ഏത് കണ്ടാലും എന്നെ ഓർമ്മപ്പെടുത്തണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. മേൽവാചകം ഇപ്രകാരം തിരിച്ചു വായിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്താ മൂപ്പര് തിരിച്ചു വായിക്കാൻ പറഞ്ഞ കേട്ടോളി? പൂർണ്ണമായി കീഴ്പ്പെട്ട മനുഷ്യനെ ലോകത്ത് കാണുകയില്ല. അത് തിരുത്തണ്ട കേട്ടോ. അതങ്ങനെ തന്നെ പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ മഅ്സൂമുകൾ തെറ്റ് ചെയ്യാത്തവർ തന്നെയാണ്. എങ്കിലും ഞാൻ പൂർണ്ണമായും കീഴ്പ്പെട്ടു എന്ന് ഒരു പ്രവാചകനും വാദിച്ചിട്ടില്ല. പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് പോലും ഇതായിരുന്നു തിരുത്ത്. ഇനി എനിക്ക് തിരുത്താവോ? ഇതുകൊണ്ട് തിരുത്താവോ? വാദിച്ചിട്ടില്ല. എന്ത് വാദിച്ചിട്ടില്ല? പൂർണ്ണമായി കീഴ്പ്പെട്ടു എന്നൊരു പ്രവാചകനും വാദിച്ചിട്ടില്ല. പിന്നെ ഞാൻ അള്ളാഹ്ക്ക് കീഴ്പ്പെടാത്ത ഒരാളാണ് എന്നാണ് നബിമാർക്ക് വാദിച്ചത്. എന്നിട്ട് മൂപ്പരോട് പിന്നെയും ചോദ്യം തീർന്നില്ല. പിന്നെയും ചോദ്യം. ആ തിരുത്തും ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഇടവരുത്തുന്നു എന്ന് ചില മുസ്ലിയാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? അതിന് മൗലവിന്റെ പറഞ്ഞിട്ടുള്ളേ. ഉമർ മൗലവി മുസ്ലിയാക്കൾക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത്? അവർ പറയുന്നത് കേട്ടാ തോന്നും ഉമർ മൗലവി ഇത് പറയുന്നത് വരെ അവരൊക്കെ മുജാഹിദുകളായിരുന്നെന്ന്. മുസ്ലിയാക്കളുടെ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനേ സമയം കാണൂ. പിന്നെ ഇതിനെ പഠിക്കുന്നത് എന്തിനും പറ്റി തന്നെ. എന്നിട്ട് മൂപ്പര് പറയുന്നിട്ടുള്ളേ എന്നാലും തിരക്കേറില്ല. ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. മൂപ്പർ ആദ്യം പറഞ്ഞതാ മൂപ്പർ ഉദ്ദേശിച്ചത്. പിന്നെയുള്ള തീർത്തും നിങ്ങൾ നോക്കണ്ട. അപ്പൊ മൂപ്പർ അദ്ദേഹത്തിലേക്ക് തന്നെ പറഞ്ഞു ഇതാ തീർത്ത്. ഇതിനെപ്പറ്റി ഓരോ പറഞ്ഞത് ഉമർ ഓരോ തീർത്തിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരി, അയാൾ അവസാനം തീർത്തിയിട്ടെത്തി. ഇതാണോ തീർത്ത്?